ക്രിഞ്ച് നായിക. ക്യൂട്ട്നെസ് ഓവർലോഡ് അല്ലെങ്കിൽ മഹിമ ഓക്കെ ക്യൂട്ട്നെസ് ഓവർലോഡ് മഹിമ ാണെന്നൊക്കെ പറയുമ്പോൾ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കിക്കാണുന്നില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഫേമസ് ആയിരിക്കും അവരോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനൊക്കെ ആണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ, ഞാൻ ഫിൽട്ടർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. നമ്മൾ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ജയ ഗണേഷിലെ ക്യാരക്ടർ നിധിയും ആഡിയൻസിലെ മെയിൻ തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമ, അടുത്ത സിനിമ, ആഡിയൻസിന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലാവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ ഇപ്പൊ ആഡിയൻസിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴുള്ള എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.